രാവിലെ 5:30 അലാറം മുഴങ്ങുന്നതിന് മുൻപേ തന്നെ അനന്യ കണ്ണു തുറന്നു. കുറച്ചു നേരം കട്ടിലിൽ കിടന്ന് മേൽക്കൂരയിലേക്ക് നോക്കി. ഇന്ന് വീണ്ടും ഒരു പെണ്ണ് കാണൽ. 27ാമത്തെ. അവളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. ഇതും നടക്കില്ല, സ്വയം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. ജാലകം തുറന്നപ്പോൾ തണുത്ത കാറ്റ് മുഖത്തേക്കടിച്ചു. മുറ്റത്തെ തുളസിത്തറയിൽ വിളക്ക് കത്തുന്നുണ്ട്. അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞു. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാം. ഇന്ന് വീട്ടിൽ വലിയ തിരക്കായിരിക്കും. പക്ഷേ അവൾക്കതിലൊരു വികാരവും തോന്നിയില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായി ഇത് തന്നെയാണ് നടക്കുന്നത്. വിവാഹാലോചന വരുന്നു, പെണ്ണ് കാണൽ നടക്കുന്നു, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നു, ചിലപ്പോൾ നിശ്ചയം വരെ എത്തുന്നു. പിന്നെ അവസാന നിമിഷം എല്ലാം തകരുന്നു. ആദ്യം അവൾ കരഞ്ഞു, പിന്നെ വിഷമിച്ചു, അവസാനം എല്ലാം വിധിയാണെന്ന് കരുതി. ഇപ്പോൾ ഒന്നും തോന്നാറില്ല. മുഖം കഴുകി പുറത്തിറങ്ങിയപ്പോൾ ഉമ്മറത്തിരുന്ന് തേങ്ങ ചിരവുകയാണ് അമ്മ. ജയശ്രീ. മകളുടെ വിവാഹം മാത്രമായിരുന്നു അവരുടെ സ്വപ്നം. മോളെ, ഇന്ന് സെറ്റ് സാരി ഉടുത്താൽ മതി കേട്ടോ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്യ തല കുലുക്കി. അമ്മേ, ഇതും മുടങ്ങും, അവള് ശാന്തമായി പറഞ്ഞു. അമ്മയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അങ്ങനെ പറയരുത് മോളെ, സത്യമല്ലേ? അവൾക്ക് ചിരി വന്നു. 26 ആലോചനകൾ മുടങ്ങിയപ്പോൾ 27ാമത്തേത് നടക്കുമോ? അമ്മയൊന്നും പറഞ്ഞില്ല. കാരണം അതിന് മറുപടിയില്ലായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ അതിഥികളെത്തി. 2 കാറുകൾ, ഒരു ഫോർച്യൂണർ, ഒരു ഇന്നോവ. മുറ്റത്ത് വന്ന് നിർത്തിയപ്പോൾ വീട്ടുകാരെല്ലാവരും പുറത്തേക്കിറങ്ങി. ആദ്യം ഇറങ്ങിയത് 55 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ ഭാര്യ, പിന്നെ കാറിൻ്റെ പിൻവാതിൽ തുറന്നൊരു യുവാവ് പുറത്തേക്കിറങ്ങി. അനന്യ അറിയാതെ അയാളെ നോക്കി. 6 അടിയിലധികം ഉയരം, വെളുത്ത നിറം, നന്നായി ഡ്രിം ചെയ്ത താടി, കടും നീല ഷർട്ട്, വെള്ളമുണ്ട്, കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം. അയാൾ നേരെ അവളെ നോക്കി, പിന്നെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആരാണിയാൾ? അവൾ മനസ്സിൽ ചോദിച്ചു. ചായ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞു. ബന്ധുക്കളുടെ പതിവ് ചോദ്യങ്ങളും കഴിഞ്ഞു. അവസാനം അവർ 2 പേരെയും ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിട്ടു. വീടിൻ്റെ പുറകിലെ മാവിൻ ചുവട്ടിലേക്ക് അവർ നടന്നു. കുറച്ചു നേരം ആരും ഒന്നും പറഞ്ഞില്ല. ശേഷം യുവാവ് സംസാരിച്ചു. ഞാൻ ആദിത്യൻ. അവൻ കൈ നീട്ടി. അനന്യ കൈ കൊടുത്തു. അനന്യ, എനിക്കറിയാം. അവൻ ചിരിച്ചു. എങ്ങനെ? ഈ നാട്ടിൽ അനന്യ അറിയാത്തവരുണ്ടോ? അവളൊന്നും പറഞ്ഞില്ല. എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല. എന്താ? ചോദിച്ചിട്ട് കാര്യമില്ല. അതെന്താ? ഇതും നടക്കില്ല. അവൾ അങ്ങനെ സാധാരണ പോലെ പറഞ്ഞു. ആദിത്യൻ്റെ ചിരി മാഞ്ഞു. അത്ര ഉറപ്പാണോ? അതെ. കാരണം എനിക്ക് വരുന്ന എല്ലാ ആലോചനകളും മുടങ്ങും. അവൻ കുറച്ചു നേരം അവളെ നോക്കി, പിന്നെ ചോദിച്ചു. അപ്പോൾ ഞാനും പോവുമെന്ന് കരുതുന്നോ? അതെ. അവൾ പെട്ടെന്ന് ചിരിച്ചു. എങ്കിലൊരു കാര്യം പറയട്ടെ, ഈ കല്യാണം നടക്കും. അവൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ ശബ്ദം കേട്ട് അവൾ അത്ഭുതപ്പെട്ടു. എങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയുന്നു? കാരണം എനിക്ക് നിന്നെ വേണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. എന്നെ അറിയുമോ? നന്നായി അറിയാം. എവിടുന്ന്? അതൊക്കെ പിന്നീട് പറയാം. അവൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. വൈകുന്നേരം അവർ മടങ്ങിപ്പോയി. രാത്രി 8 മണിക്ക് ഫോൺ വന്നു. വിവാഹത്തിന് സമ്മതമാണെന്ന്. വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. പക്ഷെ അനന്യ മാത്രം നിശബ്ദയായിരുന്നു. കാരണം അവൾക്കിപ്പോഴും വിശ്വാസം വന്നിരുന്നില്ല. അതേസമയം പട്ടണത്തിലെ ഒരു ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആദിത്യൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. അതെ ഏട്ടാ. അപ്പുറത്തു നിന്നും മറുപടി വന്നു. ഇനി ആരും ഇടപെടില്ലല്ലോ? ഇല്ല. ആദിത്യൻ ദീർഘമായി ശ്വസിച്ചു. ശേഷം ആകാശത്തേക്ക് നോക്കി. 14 വർഷം, അവൻ സ്വയം പറഞ്ഞു. 14 വർഷമായി ഞാൻ കാത്തിരിക്കുന്നു അനന്യ. അവൻ കണ്ണുകളിൽ ഒരു വിചിത്രമായ തിളക്കം നിറഞ്ഞു. ഇനി നിന്നെ എനിക്ക് നഷ്ടമാവില്ല. അറിയാതെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ
ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം അനന്യ അറിഞ്ഞിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2 വർഷമായി മുടങ്ങിയ ഓരോ വിവാഹാലോചനയ്ക്കും പിന്നിൽ ആദിത്യൻ എന്ന ഒരാളുടെ കൈകൾ ഉണ്ടായിരുന്നുവെന്ന്. വിവാഹത്തിന് സമ്മതം അറിയിച്ചതിന് ശേഷം വീട്ടിൽ വലിയ സന്തോഷമായിരുന്നു. അനന്യയുടെ അച്ഛൻ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് ശേഷം സമാധാനമായി ഉറങ്ങി. ജയശ്രീ ക്ഷേത്രത്തിൽ നേർച്ച നേർന്നു. ബന്ധുക്കൾ ഫോൺ വിളിച്ച് ആശംസകൾ അറിയിച്ചു. എന്നാൽ ഇതൊന്നും അനന്യയുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാക്കിയില്ല. കാരണം അവൾക്ക് ഇപ്പോഴും പേടിയായിരുന്നു. ഇതും അവസാന നിമിഷം മുടങ്ങുമോ? ആ ചോദ്യം അവളെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. മറുവശത്ത് ആദിത്യന് ഉറക്കം വന്നില്ല. രാത്രി മുഴുവൻ അവൻ തൻ്റെ മുറിയിലെ പഴയ അലമാര തുറന്ന് ചില സാധനങ്ങൾ എടുത്തു നോക്കുകയായിരുന്നു. ഒരു പഴയ നോട്ട് ബുക്ക്, ഒരു ഫോട്ടോ, ഒരു ഉണങ്ങിയ മയിൽ പീലി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഫോട്ടോയിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, സ്കൂൾ യൂണിഫോമിൽ, 2ആയി മെടഞ്ഞ മുടി, നെറ്റിയിൽ ചെറിയ കറുത്ത പൊട്ട്. അനന്യ. അവൻ്റെ വിരലുകൾ ആ ചിത്രത്തിലൂടെ മെല്ലെ തഴുകി. നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ പെണ്ണെ? അവൻ പതുക്കെ പറഞ്ഞു. 14 വർഷങ്ങൾക്ക് മുൻപ് കുന്നിൻപുറം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം. ആദിത്യൻ അന്ന് 14 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് അവൻ അവളെ ആദ്യമായി കാണുന്നത്. ക്ഷേത്രക്കുളത്തിൻ്റെ അരികിൽ നിന്ന് തുളസിമാല വാങ്ങുകയാണ് ഒരു പെൺകുട്ടി. അവളുടെ മുഖത്ത് ഒരു പ്രത്യേക നിഷ്കളങ്കതയുണ്ടായിരുന്നു. ആദിത്യൻ അറിയാതെ അവളെ നോക്കി നിന്നു. എന്താടാ? കൂട്ടുകാരൻ ചോദിച്ചു. ഒന്നുമില്ല. പക്ഷെ അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറിയില്ല. ഒരു ദിവസം വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ആ മുഖം മനസ്സിൽ നിന്നും പോയുമില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവളുടെ പേര് അനന്യ, തൊട്ടടുത്ത ഗ്രാമത്തിലെ സുരേന്ദ്രൻ്റെ മകൾ. അന്ന് മുതൽ അവൾ അവൻ്റെ മനസ്സിൽ കൂടുകൂട്ടി. വർഷങ്ങൾ കടന്നുപോയി. ആദിത്യൻ കോളേജിലെത്തി. അനന്യ +2-നും. പലതവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ധൈര്യം വന്നില്ല. കാരണം അവനറിയാമായിരുന്നു താനൊരു സാധാരണ കുടുംബത്തിലെ ചെക്കൻ, അവൾ നാട്ടിലെ ഏറ്റവും മാന്യമായ കുടുംബത്തിലെ പെൺകുട്ടി. അതിനിടയിലാണ് അവൻ്റെ ജീവിതം മാറി മറിഞ്ഞ സംഭവം നടന്നത്. കോളേജിലെ ഒരു രാഷ്ട്രീയ സംഘർഷം, അടിപിടി, വെട്ട്, കേസ്, ജയില്. ആദിത്യൻ നേരിട്ട് കുറ്റം ചെയ്തില്ലെങ്കിലും കൂട്ടുപ്രതിയായി. ഏകദേശം 1 വർഷം ജയിലിൽ കിടന്നു. ആ 1 വർഷം അവൻ്റെ ജീവിതം തലകീഴായി മറിച്ചു. നാട്ടുകാർ അവനെ കുറ്റവാളിയായി കണ്ടു. പല ബന്ധുക്കളും അകന്നു. പക്ഷേ ജയിലിൻ്റെ ഇരുണ്ട മുറിയിലും അവൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രം ഉണ്ടായിരുന്നു, അനന്യയുടേത്. ജയിൽ മോചിതനായി വന്നപ്പോൾ അവൻ ആദ്യമായി അന്വേഷിച്ചതും അവളെപ്പറ്റിയായിരുന്നു. അപ്പോഴാണ് കേട്ടത് അനന്യയ്ക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന്. ആ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു. ആ രാത്രി അവൻ ഉറങ്ങിയില്ല. അവസാനം ഒരു തീരുമാനമെടുത്തു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരാളുടെ സ്വന്തമാവില്ല. അത് പ്രണയമായിരുന്നു, സ്വാർത്ഥതയായിരുന്നു. അവന് തന്നെ അറിയില്ലായിരുന്നു. ആദ്യ വിവാഹാലോചന. അവൻ കൂട്ടുകാരനെ വിട്ടു. ചെറുക്കൻ്റെ വീട്ടിൽ ചില കള്ളക്കഥകൾ എത്തിച്ചു. വിവാഹം മുടങ്ങി. അവന് സന്തോഷമായി. പിന്നെ 2ാമത്തേത്, 3ാമത്തേത്, 4ാമത്തേത്. അങ്ങനെ ഓരോ ആലോചനയും. ഓരോ തവണയും അവൻ എന്തെങ്കിലും വഴി കണ്ടെത്തി. ആദ്യം അത് എളുപ്പമായിരുന്നു. പക്ഷെ പിന്നീട് അവൻ്റെ മനസാക്ഷി അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ എന്താണ് ചെയ്യുന്നത്? അവളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ? പക്ഷേ അപ്പോഴൊക്കെ അവൻ സ്വയം ന്യായീകരിക്കും. അവളെ ഞാൻ തന്നെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്? അവൾക്ക് ദോഷമൊന്നും വരില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവൾ അവൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ സമാധാനമില്ലായിരുന്നു. കാരണം ഈ സത്യം ഒരിക്കൽ പുറത്തു വരും. അന്ന് അവൾ എന്തു ചെയ്യും? അവൻ അറിയില്ലായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അനന്യ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവൾ ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയാണ്. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ഒരു പഴയ അമ്മച്ചി അവളെ വിളിച്ചു. മോളെ അനന്യേ. അവൾ തിരിഞ്ഞു നോക്കി. എന്താ അമ്മച്ചി? നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. അതെ. ഇത്തവണ നടക്കുമോ? ആ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു. അറിയില്ല. നടക്കും മോളെ. അമ്മച്ചി അവളുടെ തലയിൽ കൈവച്ചു. നിനക്ക് വേണ്ടി ആരോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. അനന്യയ്ക്കത് കേട്ട് അത്ഭുതം തോന്നി. പക്ഷെ അതിന് പിന്നിലെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. അന്ന് രാത്രി ഫോൺ ബെല്ല് മുഴങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദിത്യൻ.
അവൾ കോൾ എടുത്തു. ഹലോ, എന്തെടുക്കുക ടീച്ചറമ്മേ? അവൻ്റെ കളിയാക്കൽ കേട്ട് അവൾ ചിരിച്ചു. ഒന്നുമില്ല. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കള്ളം. അല്ല, കള്ളം. അവൻ്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അതവൾക്ക് ഇഷ്ടമായി തുടങ്ങി, അറിയാതെ തന്നെ. പക്ഷേ അവൻ ഓരോ തവണ സംസാരിക്കുമ്പോഴും അവൾക്കൊരു കാര്യം തോന്നും. ഇയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. വളരെ വലിയ എന്തോ ഒരു രഹസ്യം. അതെന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ഇനിയും 20 ദിവസം മാത്രം. വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ജയശ്രീ എല്ലാ ദിവസവും പുതിയ ലിസ്റ്റുകൾ തയ്യാറാക്കും. സുരേന്ദ്രൻ പന്തൽ, സദ്യ, ആഭരണം, വസ്ത്രം എന്നിങ്ങനെ ഓടി നടക്കുകയാണ്. ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മകളുടെ വിവാഹം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമായിരുന്നു അയാൾക്ക്. പക്ഷേ വിധി മറ്റൊരു കളി ഒരുക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു സുരേന്ദ്രൻ. അപ്പോഴാണ് ഒരു ബൈക്ക് മുറ്റത്തേക്ക് കയറി വന്നത്. ബൈക്കിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ അയാൾ നെറ്റി ചൊളിച്ചു. ബ്രോക്കർ ദാമോദരൻ. അനന്യയുടെ മുൻപത്തെ പല ആലോചനകളും കൊണ്ടുവന്നത് ഇയാളായിരുന്നു. വാ ദാമോദര, സുരേന്ദ്രൻ കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ദാമോദരന്റെ മുഖത്ത് പതിവ് ചിരിയില്ലായിരുന്നു. അയാൾക്ക് എന്തോ പറയാനുണ്ട് എന്നത് വ്യക്തമായിരുന്നു. എന്താ കാര്യം? സുരേന്ദ്രൻ ചോദിച്ചു. ദാമോദരൻ ചുറ്റും നോക്കി ശേഷം പതുക്കെ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇതു കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരും. സുരേന്ദ്രന്റെ നെഞ്ചു പിടഞ്ഞു. എന്താ ദാമോദര? അനന്യയുടെ പഴയ വിവാഹാലോചനകൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. അതൊന്നും വെറുതെ മുടങ്ങിയതല്ല. സുരേന്ദ്രൻ പെട്ടെന്ന് നേരെ ഇരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? ആരോ മനഃപൂർവ്വം മുടക്കിയതാണ്. ഒരു നിമിഷം സമയം നിശ്ചലമായി. എന്ത്? അതെ, ദാമോദരൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു. ആരാണ്? അതറിയില്ല. പക്ഷേ എല്ലാ ആലോചനയുടെയും പിന്നിൽ ഒരേ നിഴലുണ്ടായിരുന്നു. സുരേന്ദ്രൻ്റെ മുഖം വിളറി. ആര്? ഒരു ചെറുപ്പക്കാരൻ. അതിൽ കൂടുതൽ എനിക്കറിയില്ല. അയാൾ പറഞ്ഞത് കേട്ട് സുരേന്ദ്രൻ കുറച്ചു സമയം മിണ്ടാതെയിരുന്നു. കാരണം ഇതേ സംശയം മുൻപും തോന്നിയിട്ടുണ്ട്. പക്ഷേ തെളിവില്ലായിരുന്നു. ആ രാത്രി സുരേന്ദ്രന് ഉറക്കം വന്നില്ല. ദാമോദരൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങി. ആരോ മനഃപൂർവ്വം മുടക്കിയതാണ്. ഒരേ നിഴൽ. അവസാനം അയാൾ ഒരു തീരുമാനമെടുത്തു. ആദിത്യനെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കണം. അതേസമയം ആദിത്യൻ തൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഫോണിൽ അനന്യയുടെ ഫോട്ടോ നോക്കി. അറിയാതെ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അപ്പോഴാണ് ഫോൺ ബെൽ മുഴങ്ങിയത്. ജയേഷ്, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പറയടാ. ആദിത്യൻ കോൾ എടുത്തു. നീ സൂക്ഷിക്കണം. അപ്പുറത്തു നിന്നും ജയേഷിൻ്റെ ശബ്ദം. എന്താ? ദാമോദരൻ എന്തോ അന്വേഷിക്കുന്നുണ്ട്. ആദിത്യൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. എന്തിനെക്കുറിച്ച്? അനന്യയുടെ പഴയ ആലോചനകളെക്കുറിച്ച്. അവൻ്റെ ഹൃദയമൊന്ന് നിശ്ചലമായി. ഷിറ്റ്, അവൻ അറിയാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ. ജയേഷ് ദേഷ്യപ്പെട്ടു. ഇത്ര വർഷം ഇത് മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് അറിയാം. ആദിത്യൻ തലയിൽ കൈവച്ചു. പക്ഷെ ഇനി എന്തു ചെയ്യും? സത്യം പറയും. ആരോട്? അനന്യയോട്. ആദിത്യൻ മിണ്ടിയില്ല. കാരണം അതിന് ധൈര്യമില്ലായിരുന്നു. മറുദിവസം സ്കൂളിൽ വിട്ട് വരുമ്പോൾ അനന്യയുടെ ഫോൺ മുഴങ്ങി. ആദിത്യനായിരുന്നു. ഹലോ, ഫ്രീ ആണോ? അതെ. ഒരു സ്ഥലത്തേക്ക് വരുമോ? എവിടെ? കുന്നിൻപുറം ക്ഷേത്രം. അവൾ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ? അതെ. എന്തിനാ? ഒരു കാര്യം കാണിക്കാനുണ്ട്. അവൻ്റെ ശബ്ദം ഗൗരവമായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് അനന്യ ക്ഷേത്രത്തിലെത്തി. അവിടെ ആൽമര ചുവട്ടിൽ ആദിത്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കണ്ടപ്പോൾ ചിരിച്ചു. വാ. അവൻ അവളെ കൂട്ടി ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് നടന്നു. ഇവിടെ വെച്ചാണ് ഞാൻ നിന്നെ ആദ്യമായി കണ്ടത്. പെട്ടെന്ന് അവൻ പറഞ്ഞു. അനന്യ ഞെട്ടി. എന്ത്? 14 വർഷങ്ങൾക്ക് മുൻപ്. അവൻ ദൂരേക്ക് നോക്കി. ഉത്സവത്തിൻ്റെ ദിവസം. അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അപ്പോൾ മുതൽ എനിക്ക് നിന്നെ അറിയാം. അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. ഇത്ര വർഷമോ? അതെ. അവൻ ചിരിച്ചു. ഭ്രാന്താണല്ലേ? അവൾ അറിയാതെ ചോദിച്ചു. കുറച്ചൊക്കെ. അവനും ചിരിച്ചു.
പക്ഷേ ആ ചിരിക്ക് പിന്നിൽ വേദനയുണ്ടായിരുന്നു. കാരണം അവൻ പറയാത്ത സത്യത്തിൻ്റെ ഭാരം അവനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. അതേസമയം ക്ഷേത്രത്തിൻ്റെ മറുവശത്ത് ഒരു കാറിലിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു സുരേന്ദ്രൻ. അയാൾ ആദിത്യനെ പിന്തുടർന്ന് വന്നതായിരുന്നു. പക്ഷേ അവിടെ വന്ന് കണ്ട കാഴ്ച അയാളെ ആശയക്കുഴപ്പത്തിലാക്കി. ആദിത്യൻ്റെ കണ്ണുകളിൽ പ്രണയമുണ്ടായിരുന്നു. നാടകമല്ല, ആത്മാർത്ഥമായ പ്രണയം. അത് സുരേന്ദ്രന് വ്യക്തമായി. എന്നാൽ ദാമോദരൻ പറഞ്ഞ കാര്യം കൂടി ഓർമ്മ വന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തു. ഇവനാണോ ഇത്ര വർഷം ആലോചനകൾ മുടക്കിയത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സുരേന്ദ്രൻ തീരുമാനിച്ചു. കാരണം അത് സത്യമാണെങ്കിൽ വിവാഹത്തിന് മുൻപെല്ലാം അറിയണം. അതേസമയം ആദിത്യന് അറിയില്ലായിരുന്നു താൻ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ച രഹസ്യം ഇനിയും അധിക നാൾ മറഞ്ഞിരിക്കില്ല എന്ന്. തുടരും. 3-4 പാർട്ടുകളിൽ അവസാനിക്കുന്ന കഥയാണ് കേട്ടോ. മാക്സിമം പോയാൽ 3, അതിൽ കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.